Hello friends, welcome to our channel. അപ്പോൾ നമ്മുടെ സാംസങ്ങിൽ നമ്മുടെ ലേറ്റസ്റ്റ് പുതിയ അപ്ഡേറ്റ്, അതായത് നമ്മുടെ ഫെബ്രുവരിയിലത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സാംസങ് S24 സീരീസുകൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു 1 ഡേ 24 മണിക്കൂർ മുമ്പ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ് അപ്ഡേറ്റ് പേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണല്ലോ. 450 460 ആ റേഞ്ച് തന്നെയാണ് വരുന്നത് അപ്ഡേറ്റ്. 5th ഫെബ്രുവരി 2026 സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് ഇതിൽ വന്നേക്കുന്നത് കേട്ടോ. ഇതിൽ ഒരു അപ്ഡേറ്റ്സ് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈസ് ഈസ് പ്രൊട്ടക്റ്റഡ് വിത്ത് ഇംപ്രൂവ്ഡ് സെക്യൂരിറ്റി, അതായത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൂട്ടിയിട്ടുണ്ട് അവർ. ആഫ്റ്റർ അപ്ഡേറ്റിംഗ് യു വിൽ നോട്ട് ഏബിൾ ടു ഡൗൺഗ്രേഡ്. അത് ഈ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ബിക്കോസ് ഓഫ് ദ അപ്ഡേറ്റ് ടു ദ സെക്യൂരിറ്റി പോളിസി. അതാ പറഞ്ഞാൽ അവർ ആ അവരുടെ സെക്യൂരിറ്റി ഫീച്ചറിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൗൺഗ്രേഡ് ഓപ്ഷൻ ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്യണവർ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ S24 സീരീസ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. S23 സീരീസ് ആണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് ധൈര്യമായിട്ട് പറയില്ല. എന്ന് വെച്ചാൽ S23 സീരീസ് വരെയാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ റിപ്പോർട്ടാക്കുന്നത്. അതിന് ശേഷം റിപ്പോർട്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന് ശേഷം അവർ ശേഷം വന്ന മോഡലുകളിലൊക്കെ അവർ ഡിസ്പ്ലേ മാറ്റിയിടുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ആ ഗ്രീൻ ലൈൻ ഇഷ്യൂ പിന്നെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ S23 അൾട്രയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല. ഡിപ്പെൻസ്, റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. പോരാത്തതിന് ഇത് ഡൗൺഗ്രേഡ് ചെയ്യാനും പറ്റില്ല എന്തെങ്കിലും ഇഷ്യൂ ഒന്നുണ്ടെങ്കിൽ. പക്ഷേ ഞാനിത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബഗ്സോ കാര്യങ്ങളൊന്നുമില്ല. അതിന് വഴിയേ പറയാം. പിന്നെ ദീസ് ചേഞ്ചസ് മേ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ മോഡൽ കൺട്രി. വേറെ സംഭവമൊന്നുമില്ല. സെക്യൂരിറ്റി അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് എന്താ പറയുക തോന്നിയോ അല്ലെങ്കിൽ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള നമ്മളൊന്ന് പറയാൻ പോകുന്നിട്ടാ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാൻ ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആഫ്റ്റർ അപ്ഡേറ്റ് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസോ അല്ലെങ്കിൽ ബഗ്സോ സംഭവമോ ഒന്നും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ബാറ്ററിയുടെ ഐഡിയൽ ടൈം ട്രെയിനിങ് ഉണ്ടല്ലോ, രാത്രി വയ്ക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാണ്ട് വയ്ക്കുമ്പോൾ ഉള്ള ട്രെയിനിങ് ടൈം ഉണ്ടല്ലോ, അത് കുറഞ്ഞിട്ടുണ്ട് നല്ലോണം. ഞാൻ ആക്ച്വലി ഇന്നലെ ഒരു 56 57 ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കാലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈം കാണാം. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ടൈം നിൽക്കുന്നത് അതിന് ശേഷം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. കുറച്ച് മുമ്പാണ് ഞാൻ നോർമലി ഞാൻ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ നെറ്റും എല്ലാ സംഭവങ്ങളും ഓഫ് ചെയ്തിട്ട് കിടക്കുക. നെറ്റ് ഓൺ ആക്കി വയ്ക്കാറില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം റേഡിയേഷൻസ് കൂടും. നെറ്റ് മാത്രമല്ല, ബ്ലൂടൂത്ത്, വൈഫൈ, ലൊക്കേഷൻ, ഇതെല്ലാം ഡിസേബിൾ ചെയ്തിട്ട് കിടക്കാറ്. അപ്പോൾ ഒരു 1% ഒക്കെയാണ് ഐഡിയൽ ഡ്രെയിൻ ടൈം വന്നിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് മുമ്പാണ് സാധനം ഫോൺ ഓൺ ചെയ്ത് ഞാൻ അത് മറന്നുപോയിട്ടുണ്ടെന്ന് ഓൺ ചെയ്യാൻ കാര്യമായിട്ട്. അപ്പോൾ അതിന് ഉപയോഗിച്ചിട്ടുണ്ടെന്നില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, ഇന്ന് കുറച്ച് എണീച്ചപ്പോഴും ലേറ്റായി. അത് മാത്രമല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് പിന്നെ നടക്കാനൊക്കെ പോയി വന്നപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വാച്ച് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സാംസങ്ങിൻ്റെ വാച്ച് നിങ്ങൾ അറിഞ്ഞതായിരിക്കും, സാംസങ് വാച്ച് 8 ക്ലാസിക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടെന്നില്ല. അപ്പോൾ ബാറ്ററി ടൈം അത്യാവശ്യം ഐഡിയൽ ടൈം ബാറ്ററി ട്രെയിനിങ് കുറഞ്ഞിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് എനിക്ക് ഞാൻ തോന്നിയ ഒരു സംഭവം. ബഗ്സും കാര്യങ്ങളൊന്നും ഇതിലിട്ട് ഒരു സംഭവം ഫേസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ഷട്ട് ഡൗൺ ആയി പോകുന്നത്, അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ആയി പോകുന്ന പരിപാടിയൊന്നും നമ്മൾ ഇതുമായിട്ട് ഫേസ് ചെയ്തിട്ടില്ല. വേറെ പെർഫോമൻസ് കഴിഞ്ഞ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്തപ്പോഴും എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. ഇപ്പോഴും അതേ സെയിം പരിപാടി തന്നെയാണ്. പെർഫോമൻസിലോ ലാഗോ ഷട്ടറിലെ ലാഗോ അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. ഗെയിമിങ് ഞാൻ കളിക്കാറില്ല, അപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. അല്ലാണ്ട് നമ്മൾ ഒരു സംഭവം ഇതുവരെയായിട്ട് ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൽ മാറ്റ് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. കണ്ടു, ഒരു ലൈറ്റ് വരുന്ന സാധനം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ എല്ലാ ഫോണിലും ഇപ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെങ്കിൽ, ഇപ്പോൾ ഇത് പിക്സലും ഞാൻ ഒട്ടിച്ചേക്കുന്നത് Pixel 10 ആണ്. ഇതിൽ ഞാൻ ഒട്ടിച്ചേക്കുന്നത് മാറ്റ് തന്നെയാണ്. ഞാൻ പേഴ്സണലി ഓർഡർ ചെയ്തിട്ട് ഞാൻ തന്നെ ഒട്ടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓഫ്ലൈനാണ്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ലിങ്ക് പറയാൻ മനസ്സിലാലും വരട്ട, ലിങ്ക് പറയാനില്ല. അപ്പോൾ പിന്നെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫോൺ S24 സീരീസിൻ്റെ മുകളിലുണ്ടാണെങ്കിൽ, അതായത് S24 അൾട്ര, S25 കുറച്ച് മുമ്പേ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനത്തെ ഡിവൈസുകളാണെങ്കിൽ ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. എൻ്റെ ഫോൺ വാറണ്ടിയിൽ തന്നെയാണ് കേട്ടോ, ഔട്ട് ഓഫ് വാറണ്ടി ഒന്നല്ല. പക്ഷേ S24 സീരീസിൽ ഇതുമായിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ സംഭവം ഒന്നും റിപ്പോർട്ടായിട്ടില്ല. ഇത്ര കാലമായിട്ട് റിപ്പോർട്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ പക്ഷേ S23 അൾട്ര, S23 ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് പറയില്ല. നിങ്ങളുടെ റിസ്ക് ഫാക്ടർ അനുസരിച്ച് നിങ്ങൾക്ക് പ്രൈമറി ഫോണൊക്കെ ആണെങ്കിൽ കുറച്ച് റിസ്ക് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. റെക്കമെൻഡ് ചെയ്യില്ല S23 ഇപ്പോൾ പ്രൈമറി ഫോണൊക്കെ ആണെങ്കിൽ. അല്ലാത്ത ഫോൺ സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതിന് ശേഷം ഗ്രീൻ ഇഷ്യൂ റിപ്പോർട്ട് ആയിട്ടില്ല. S24 S26 ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ നമ്മുടെ ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു S26 അൾട്രാൻ്റെ വീഡിയോ നമ്മൾ ഷോറൂം പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു.
ഞാൻ പറഞ്ഞ കുറേ പേര് ചോദിക്കണമെന്ന് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നു. ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു അപ്ഗ്രേഡിൻ്റെ ഒരു കാര്യമില്ല. വെറുതെ ഞാൻ തന്നെ ഈ S24 അൾട്ര എടുക്കാൻ കാരണം ഇത് ഓഫർ പ്രൈസിൽ വന്നപ്പോഴാണ്. അല്ല 1,00,000 രൂപ കൊടുത്തിട്ടൊന്നും ഞാൻ ഫോൺ എടുക്കാറില്ല. ഇത് നമുക്കിന്ന് 70 രൂപയുടെ താഴെ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് കിട്ടിയത് 67 ആ റേഞ്ചിലൊക്കെയാണ് കിട്ടിയത്. അങ്ങനെ ഓഫർ വന്നപ്പോഴാണ്. ഇതുപോലെ തന്നെയാണ് ഞാൻ S24 അൾട്ര എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ ഞാൻ എടുക്കാറില്ല. 1,00,000 മുകളിലൊന്നും കൊടുത്തിട്ട് ഞാൻ ഈ സാംസങ് ഏത് ഫോണും സാംസങ്ങും ഐഫോണും വിവോൻ്റെ X300 X200 Pro എടുത്തത് തന്നെ അന്ന് നമുക്ക് 85 രൂപയ്ക്കൊക്കെ കിട്ടിയായിരുന്ന. ഇപ്പോൾ 1,00,000 മുകളിലായില്ലേ. അപ്പോൾ ഞാൻ അതും വേണ്ടാന്ന് വെച്ചു. എന്താ വെച്ചാൽ ഒരു കാര്യമില്ല. ഒരു 3 മാസം കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ പകുതി പോകും. അങ്ങനെ പറഞ്ഞിട്ട് റിലീസ് സാധനം നിർത്തിട്ട് പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ വേറെ ഫോൺ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഈ സാധനം തിരിഞ്ഞ് നോക്കേണ്ട ഒരു ആവശ്യമില്ല. 1,00,000 മുകളിൽ ഫോണൊന്നും. അത്രയ്ക്കും നിങ്ങൾക്ക് വീഡിയോ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇപ്പോൾ ഡിവൈസുകളുണ്ട്. ഇപ്പോൾ വീഡിയോ നോക്കുകയാണെങ്കിൽ വ്ളോഗിനൊക്കെ നോക്കുകയാണെങ്കിൽ Pocket 3 ഈ സാധനമൊക്കെ പ്രൈസ് പറഞ്ഞിട്ട് ഇപ്പോൾ 37 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന നമ്മുടെ ഈ DJIൻ്റെ തന്നെ നാനോ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടുണ്ട്. ഈ സാധനത്തിൻ്റെ കിടിലൻ ക്വാളിറ്റിയാണ്. കുട്ടി സാധനമാണ്. ഈ ഐഫോൺ കൊണ്ടെടുക്കണ പോലെ കൊണ്ടെടുക്കൊന്നും വേണ്ട. വേണമെങ്കിൽ മാഗ്നറ്റിക്കൽ അറ്റാച്ച് ചെയ്ത് ഡിറ്റാച്ചബിൾ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ കിടിലൻ ക്വാളിറ്റി സാധനമാണ്. ഇപ്പോൾ അതും പറ്റില്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ണും മൂട്ടിയെടുക്കാം. Pocket 3 Pocket 4 ഇറങ്ങുമ്പോൾ എന്തായാലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. Pocket 4 Pro ഇറങ്ങുന്നുണ്ട്. അതിലാണ് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതുകൊണ്ട് എന്തായാലും നല്ല പ്രൈസ് ഉണ്ടായിരിക്കും. 4-ന് തന്നെ നല്ല പ്രൈസ് ഉണ്ടായിരിക്കും. അതിന് എക്സ്ട്രാ 2 ബട്ടൺ വന്നതല്ലാണ്ട് വേറെ ഒരു ചേഞ്ചസും ഇല്ല. അപ്പോൾ അതും എടുക്കേണ്ട ആവശ്യമില്ല. Pocket 3 ധാരാളമാണ്. പ്രൈസും കുറഞ്ഞിട്ടുണ്ട്. 36-37 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സാധനം ഒരു 1 ഇഞ്ച് സെൻസറാണ് വരുന്നത്. കിടിലൻ സാധനം. വ്ളോഗിങ് വേണമെന്നുണ്ടെങ്കിൽ സാധനം എപ്പോഴും എടുക്കാം. വേണമെങ്കിൽ ടാഗ് ചെയ്യാം. രണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് വിത്ത് ഓഫർ. വെറുതെ ഈ ഐഫോണും 70,000 60,000 80,000 കൊടുത്തിട്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫോണൊന്നും എടുക്കരുത്. കുറേ പേര് നമുക്ക് ഞാൻ Action 4 വെക്കാട്ടുണ്ടെന്ന് അതിന് തന്നെ കുറേ പേര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഞാനൊരു വ്ളോഗിങ് ചെയ്യാൻ ഒരു ക്യാമറ നോക്കുന്നുണ്ട്. ഐഫോണാണ് ആയി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറയുക എന്താണ് 60,000 70,000 കൊടുത്തിട്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഫോൺ എടുക്കാൻ? ഫോണായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും പോട്ടേന്ന് വയ്ക്കാം. ഇത് വ്ളോഗ് ചെയ്യാൻ മാത്രമായിട്ട് ഐഫോൺ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ഓപ്ഷൻ ഇല്ലാത്ത പോലെയാണ് കുറേ പേര് സംസാരിക്കുന്നത്. ഈ കുറേ പേർക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കയറിയാണ് ഐഫോൺ എന്തോ വലിയ സംഭവം കുറേ എണ്ണത്തിൻ്റെ വിചാരം. വീഡിയോ ക്വാളിറ്റി ഉണ്ട്, അത് ശരിയെന്ന് തന്നെയാണ്. പക്ഷേ 80,000 കൊടുത്തിട്ട് ആ സാധനം എടുക്കണേൻ്റെ അതേ ക്വാളിറ്റി 38,000 37,000 രൂപയ്ക്ക് സാധനം കിട്ടും. അതിനായിട്ടും കിട്ടും. എന്ന് വെച്ചാൽ 1 ഇഞ്ച് സെൻസറാണ്. അപ്പോൾ അതിൻ്റെ ഗിംബൽ സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ മെമ്മറി നമുക്ക് ഇഷ്ടം വേണമെങ്കിൽ വരെ 2 TB വരെ അപ്ഡേറ്റും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ പൊട്ടത്തരൊന്നും കാണിക്കരുത്. കുറേ പേര് ഈ വ്ളോഗിങ് എടുക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ സുജിത് ഭക്തൻ്റെ ഒക്കെ കണ്ടിട്ടായിരിക്കും ആളൊക്കെ എടുക്കുന്നത്. ആള് മാറ്റി വെച്ചാൽ മതി. അല്ല കാശുണ്ടെങ്കിൽ കട്ട കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. പക്ഷേ അതേ ക്വാളിറ്റി തന്നെ ഈ സാധനത്തിലും കിട്ടുന്നു പകുതി പ്രൈസിന്. അതുകൊണ്ട് അത് പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല. ഇപ്പോൾ കാശുള്ളവർക്ക് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 17 Pro തന്നെ വേണമെങ്കിൽ എടുക്കാം വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കുഴപ്പമില്ല. എന്നാൽ സുജിത് ഭക്തൻ എടുക്കുന്ന പോലെ. അപ്പോൾ അല്ലാണ്ട് ഈ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഐഫോൺ ഞാൻ വെച്ചാൽ ഞാൻ ഫിനാൻസിൽ മെയിനായിട്ട് കൊണ്ട് നമ്മൾ ടെക്നിക്കൽ ഫിനാൻസിലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫിനാൻസിൻ്റെ വീഡിയോസാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വാല്യൂ നോക്കിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാട്ടോ കുഴപ്പമൊന്നുമില്ല. എടുക്കേണ്ട കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ ഐഫോൺ ബെസ്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ ആ പ്രൈസിൻ്റെ ഒരു ഗ്യാപ്പ് കാരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സംഭവം പറഞ്ഞില്ലേ. അപ്പോൾ വേറെ ഒന്നുമില്ല. വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തില്ലാണ്. ബൈ.